Hi, welcome back to our channel. അങ്ങനെ നമ്മൾ ട്രിപ്പ് ടു ജബൽ അക്തർ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നിരിക്കുന്നു. സത്യത്തിൽ നമ്മൾ പലതവണ ജബൽ അക്തറിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഓഫ് റോഡിലേക്ക് ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ്. അതും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഗ്രൂപ്പ്സിലുള്ള ഒരുപാട് വണ്ടികൾ പോകുന്ന കണ്ടപ്പം നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയി. കാരണം അവിടെ എന്തെങ്കിലും ഇല്ലാതെ എന്തായാലും ഗ്രൂപ്പ്സിൻ്റെ വണ്ടി പോകില്ല. കാരണം അവരൊക്കെ പ്രൊഫഷണൽ ഗൈഡുകളായിരിക്കും കൂടെയുള്ളത്. അപ്പം സംതിങ് വിൽ ബി ദെയർ. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ അവരുടെ ബാക്കിൽ വെച്ച് പിടിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ഏരിയകളിലേക്ക് എത്തുമ്പോൾ പേടി തോന്നും. ഒരു വലിയ കൊക്കയാണ് ഒരു സൈഡ് മൊത്തം, ഒരു ടേണിങ്ങിലൊക്കെ. അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അവിടെ ഒന്നും കാണാനില്ല, എടുത്ത് കണ്ട് നമുക്ക് പോവാം. പച്ചപ്പല്ല നമുക്ക് പോയി ആസ്വദിക്കും, ഈ പൊടിയൊക്കെ ആസ്വദിക്കുന്നത്. അല്ല, ഇതൊക്കെ തിരിച്ചു വരണ്ടേ? അതന്നെ, ഇത്രയും വലിയ കേറ്റം കാണണ്ടേ തിരിച്ച്? വൺ വേ ആയതുകൊണ്ട് എങ്ങനെ തിരിച്ചു വരണം? വേറെ വഴി ഉണ്ടാവുമോ? നീ ഉണ്ടാവുമായിരിക്കും. എന്താ ഒരു വണ്ടിയും തിരിച്ചു വരുന്നില്ലല്ലോ. ഇനി ഇവരാദ്യമായിട്ടാണോ ഈ വഴിയിൽ പോണ? അത് നോക്ക്, പോണം. അല്ല, തിരിച്ചു വരുമ്പോ ഇതിനെക്കാട്ടിലും അല്ല, ഇതായിരിക്കില്ല വഴി. തിരിച്ചു വരുമ്പോ വേറെ സ്ഥലമായിരിക്കും. ഇതിന്റെ ഇതേ കൂടെ മേളിലേക്ക് കേട്ടാൻ പാടാണ്. കാണില്ല, പറ്റൂല. അതാണ് കാണില്ല. അയ്യോ, എന്തെങ്കിലും കാര്യമില്ലാണ്ട് അവർ പോവോ? അവരൊക്കെ സ്ഥിരം വരുന്ന ആൾക്കാരല്ല. ആദ്യം എവിടെ എത്തും നോക്കാം. ഇത് അവിടെ ബിലാസ് താഴെ നോക്കവിടെ ചേച്ചി കണ്ട. ഞാനെന്നെ പേടിച്ചിരിക്കുന്നു ഇവിടെ. അതുകൊണ്ടാ ക്യാമറ അവിടെ നോക്കാത്തെ. ഒരു പേടിയും വേണ്ട. കാണാൻ പറ്റാത്തോണ്ട് നമുക്ക് കുഴപ്പമില്ല. എടാ, എന്റെ മുടി പിടിച്ച് മുടി വിട്. മുടിയാവാൻ പിടിക്കുന്നുണ്ട്. പേടിച്ചിട്ട് ഇറങ്ങി പോണുട്ടോ. അവരതാ ഇപ്പുറത്ത് നേരെ താഴേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഇറങ്ങി പോണ്ട്. സ്റ്റെപ്പോ ഒരു നെക്സ്റ്റ് ഒരു റോഡ്. സ്വിമ്മിംഗ് പൂളൊക്കെ കാണുന്നുണ്ട് അവിടെ. ഇതാ വീടിന്റെ സൈഡില്. അയ്യോ, കുളിക്കാനുള്ള കുളം മലയാളത്തില്. പിന്നെ ആൾക്കാരെ താമസിക്കുന്നുണ്ട്. ഇല്ല, മഴ പെയ്ത് നേരെ താഴോട്ട്. അവിടെ ഒരാളുണ്ട്, അവനോട് ചോദിച്ചോട്ട് എങ്ങനെയാ തിരിച്ചു പോക്ക്. ചേട്ടാ, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? കേട്ടാ ഇങ്ങനെ ആയിരിക്കില്ല. ഇവരും വഴി ചോദിച്ചു പോയി. ഇവരൊക്കെ ഇവിടെ ഈ വീട്ടിലൊക്കെ എങ്ങനെ താമസിക്കുന്നു? അതെ, അവര് നമ്മള് വന്ന പോലെ ഇവരും മലയാളിയാ. السلام عليكم، كيف الحال؟ شو اخباركم؟ طيب، في شيء داخل هناك تحت
وش هناك؟ انتوا معاهم ولا؟ لا. هلا كنتوا قاعدين يعني مجموعه كبيره. ايوه. اذا حبيت تنتظروا لين هم يدخلوا بعدين يرجعوا واترك الدعاء. ما عادي الحين نروح معاه؟ شويه تستوي يعني زحمه هي. زحمه. لكن اذا حبيت لكن وش هناك موجود؟ هناك موجود نزل ترابيه. محاولين ان نزل ترابيه. شيء ماي موجود. اذا تحب يعني تمشي كذا شوي عادي يعني. هنا هو اخر شارع بس هنا؟ ايوه هناك. اوكي. بعد نريد امشي. امشي تحت. وقت كم كيلو ممكن؟ يمكن من 15 دقيقه. 15 دقيقة نزل تحت. درجة موجود؟ 15 دقيقة. ولا يمشي من هنا؟ ശുക്രൻ ജസീല. ഇത്രേ ഉള്ളൂ. അവിടെ പറഞ്ഞ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, അവിടെ തിരക്ക്, എനിക്ക് ഇങ്ങോട്ട് തിരിക്കാനൊക്കെ പാടായിരിക്കും. നമ്മളങ്ങനെ ഒരു എൻഡ് പോയിന്റിൽ വണ്ടി നിർത്തി. ഇനി അങ്ങോട്ട് റോഡില്ല. നമ്മുടെ മുന്നിൽ വന്ന ഗ്രൂപ്പ് ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. കൂടുതൽ വണ്ടി അവിടെ തിരിക്കാൻ പാടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് പിന്നിലോട്ട് വണ്ടി വെച്ചിട്ട് നടക്കുകയാണ്. താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ കേവ് കാര്യങ്ങൾ, പണ്ട് കാലത്ത് ആൾക്കാർ താമസിച്ചിരുന്ന കുടിലുകൾ, പിന്നെ അതുപോലെ വെള്ളം എന്തൊക്കെയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒമാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കിട്ടിയ അപ്ഡേറ്റ്സാണ്. അപ്പം നമ്മൾ വണ്ടി വെച്ചിട്ട് താഴേക്ക് നടക്കാൻ തീരുമാനിച്ചു. ഞങ്ങളറിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. 15 മിനിറ്റോളം താഴേക്ക് ഇറങ്ങാനുണ്ട്. ഇറങ്ങാൻ പറ്റുന്നതാണോ കയറാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഇനിയിപ്പം കണ്ടറിയാം. അതാരാ ഇറങ്ങാനുള്ള ഭയങ്കര ആവശ്യമായിരിക്കും. തിരിച്ചിങ്ങോട്ടുള്ള കയറ്റാണ്. നേരത്തെ നമ്മുടെ മുന്നിലുണ്ടായ ഗ്രൂപ്പിൻ്റെ വണ്ടികളൊക്കെയാണ്. ഇത് റോഡിൻ്റെ എൻഡായി, ഇനി അങ്ങോട്ടില്ല. കിഡീസ് എല്ലാം തിരിച്ചു കയറുന്ന എന്താ? പഴയ വില്ലാസ്, അവർ താമസിച്ചിരുന്ന കുഞ്ഞു കുഞ്ഞു കുടിലുകൾ, അതുപോലെ അവിടെ എനിക്ക് തോന്നുന്നു അവരൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് കയറുന്നതെന്നുള്ള. ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. കൂടെ ഒരു ചേട്ടനുണ്ട്, ക്യാമറാമാനൻ. അഭിലാഷ് മേനോനെ നമ്മൾ ക്യാമറാമാനോ എന്ന് പേരിട്ടു. ദിസ് ഈസ് ദ പ്ലേസ്. നമ്മളിനി ഇങ്ങോട്ടാണ് പോകേണ്ടത്. സൂം ചെയ്തതാണ്. അവിടേക്ക് എത്തണമെങ്കിൽ പാട് കുറേ ഉണ്ട്. Dear tourists, not allowed to enter Old Village without permission. ഇതാണ് ഓൾഡ് വില്ലേജ്. നമുക്കൊന്ന് പോയി നോക്കാം ഓൾഡ് വില്ലേജ്. ജുമ്മു നോക്കിയിട്ട് കൈ പിടിച്ചിട്ട് നടക്കാം. ജുമ്മു ജാക്കറ്റ് നേരെ ഇട്ട്. ജുമ്മു വെയിറ്റ്. ജുമ്മു കം കം. ഹോൾഡ് മൈ ഹാൻഡ്. Wait. Stay there. കുറച്ച് ബുദ്ധിമുട്ടിയ വഴികളാണ്. ഇടുങ്ങിയ വഴിയിലൂടെ വേണം നടന്ന് താഴത്തെ. അയ്യോ ഒരു ഓർഡറിലുള്ള സ്റ്റെപ്സ് ഒന്നും അല്ല, കല്ലുകളൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ടാക്കിയ ഒരു സ്റ്റെപ്പാണ്.
മെല്ലെ ഇറങ്ങി അതേ തിരക്കാക്കണ്ട. സീനോ ഈ സൈഡിലേക്കാണ്. നമ്മളൊരു പകുതി പോലും ആയെന്ന് പറയാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടിച്ച ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. ഇറങ്ങാൻ പ്രയാസമാണ്. ഇപ്പം തിരിച്ച് കയറാൻ എത്രത്തോളം പ്രയാസം ഉണ്ടാകുന്നുള്ളത്. അങ്ങ് ലോങ്ങിലൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാണുന്നുണ്ട്. അവിടെ എല്ലാവരും ഭയങ്കര പ്രയാസപ്പെട്ട ക്രോസ് ചെയ്യുന്നത് ബ്രിഡ്ജ്. തൂക്കുപാലം അങ്ങ് എൻ്റെ ഒരു തൂക്കുപാലമുണ്ട്. അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. ആ കാണുന്നതാണോ ഞാൻ പറഞ്ഞ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഹാങ്ങിങ് ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്ന് പോവാണ്. വാശിക്ക് കയറി പോവാ. അപ്പുറത്ത് ആ കുഞ്ഞു കല്ലിൽ പിന്നെ ഇനി അങ്ങോട്ട് കേറട്ടെ. അല്ലേ അല്ലേ എല്ലാവരും ക്ഷീണിച്ചു. മെല്ലെ 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 ഉണ്ണി ഇനി ജന്മത്തിൽ വാതകമല്ലോ അല്ലോണ്ണി. ഫൈനലി ഹാങ്ങിങ് ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട്. അത് ഞാൻ ക്രോസ് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി. വൻ പണിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എവിടെ കാണുന്നില്ല. Epic complete hanging bridge. ഇങ്ങനെ രണ്ട് സൈഡ് കൈ പിടിച്ച് നടക്ക്. ജുമു ഉമ്മാൻ്റെ കൈ പിടിച്ചിട്ടോ. ക്രോസ് ചെയ്ത് പോയിക്കോ. സീനോ കമ്പ് പിടിച്ചിട്ട് നടക്ക്. കമ്പി തണുത്ത് വെറുക്കാണ് കേട്ടോ. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്താന്ന് അറിയില്ല, ഭയങ്കര തണുപ്പാ. ജുമാന മെല്ലെ വരുന്നുണ്ട്. സീനും ഉണ്ട് കൂടെ. ബാക്കിൽ സഹറ, ഉണ്ണി, അഭിലാഷ്. മീരനെ കാണുന്നില്ല, മീര ലാസ്റ്റാണ്. തണുത്ത് പറിച്ച് എല്ലാവർക്കും കോൾഡ് പിടിച്ച പോലെയല്ല ഇപ്പോൾ. ഇതാണ് പിടിക്കേ.
Yalla, come fast. ഒരു കിം കളിച്ച അവിടുന്ന് മീര കളിക്കും. മീരയുടെ ഒരു കിം വരട്ടെ. ഫൈനലി എല്ലാവരും ശ്വാസം നേരെ വിട്ടു. നമ്മൾ പാതി വഴി പിന്നിട്ടു. അങ്ങ് എൻ്റെലൊരു വീട് പോലെ കാണുന്നുണ്ടല്ലോ, അവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത്രയും ദൂരങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നടന്നു വന്നു. ഹാങ്ങിങ് ബ്രിഡ്ജ് കഴിഞ്ഞു. ഇത് ഇനി ഓൾഡ് വില്ലേജിലേക്ക് ഇങ്ങനെ എനിക്ക് കുറച്ചും കൂടി സ്റ്റെപ്പുകൾ കയറാനുണ്ട് ഓൾഡ് വില്ലേജിലേക്ക്. ഇതാണ് സ്റ്റെപ്പിൻ്റെ അവസ്ഥ. ഈസി ഒന്നല്ല, കല്ലുകളൊക്കെ പെറുക്കി വെച്ചുണ്ടാക്കിയത്. ഓൾഡ് വില്ലേജും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. അതിൻ്റെ ഇടയിൽ സുമാന ചെറുതായിട്ടൊന്ന് വീണു. ചുണ്ട് ചെറുങ്ങനെ പൊട്ടിയല്ലേ സുമു? ബട്ട് ഷീ ഈസ് ഫൈൻ. അങ്ങനെ ഓൾഡ് വില്ലേജിൻ്റെ കവാടത്തിലെത്താൻ പോവാണ്. ഒരു ചെറിയ ഗേറ്റ്, ഒരു ഡോറൊക്കെ കാണുന്നുണ്ട് അവിടെ. ഒരുപാട് ആൾക്കാർ ആ ഗ്രൂപ്പിൽ വന്നൊക്കെ മേലെ ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം ആ ബിൽഡിങ്. ആ ബിൽഡിങ് നമ്മൾ സൂം ചെയ്തിട്ട് ആദ്യം താഴെ വില്ലേജ് കാണിച്ചിരുന്നു. ആ വില്ലേജിൻ്റെ ഫ്രണ്ട് ഡോറിൽ നമ്മളിപ്പോൾ നിൽക്കുന്നു. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതിൽ ചാർജ് ഉണ്ടെന്നൊക്കെ എഴുതിയിരിക്കുന്നത്, പക്ഷെ നമ്മുടെ അടുത്ത് ചാർജൊന്നും ചെയ്തിട്ടില്ല. നമ്മളേതായാലും ഇവിടം വരെ എത്തിയിട്ടുണ്ട് സംഭവം. കിഡ്ഡീസ് എല്ലാവരും മുമ്പിലെത്തി, ഗേറ്റിൻ്റെ അടുക്ക് എത്തി. വലിയവരൊക്കെ ഇങ്ങനെ ക്ഷീണം പിടിച്ചിട്ട് വഴിയിലിരിക്കാം. Beautiful place. നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തി ഓൾഡ് വില്ലേജിൻ്റെ. ഫൈനലി നമ്മൾ ഓൾഡ് വില്ലേജിൻ്റെ ലാസ്റ്റിലെത്തി. എല്ലാവരും ക്ഷീണിച്ചു. നമ്മള് കരുതി മൊത്തം മണിയാണ്. വാ, എൻ്റെ തല തട്ടീൻ്റെ അകത്തേക്ക് കയറുമ്പോ പറഞ്ഞാ ഇതാ പഴയ ഒരു പണ്ട് കാലത്ത് താമസിച്ച റൂഫൊക്കെ ഫുള്ള് വുഡാണ്. ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്തിട്ട്. മുമ്പൊക്കെ മണ്ണുകൊണ്ട് കെട്ടിയതായിരിക്കണം, അതവർ പ്ലാസ്റ്ററിങ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തു. അകത്ത് കയറാൻ പാടില്ല എന്നൊക്കെ നോട്ടീസ് എഴുതി വെച്ചിട്ടുണ്ട്.
കൂടുതലകത്തേക്ക് പോകുന്നില്ല. നമുക്ക് തൊടാൻ പറ്റുന്നു. വേറെ നിങ്ങൾ വെച്ചു. അത് ശരിക്കും അതന്നല്ല. ഒരു മാസം കഴിഞ്ഞിട്ട് ആളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അത്രയും കണ്ണ് നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മേലിലേക്ക് കയറാം. വാഷ്റൂം ഉണ്ട് കേട്ടോ. യെസ്. വാവ് സുമു അവിടെ പോയിരുന്നു. ഇവിടെ വൻ സെറ്റപ്പ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. So we will go down, step down, one down. Take water. അയ്യോ, നമ്മൾ വന്ന സ്ഥലം നോക്കുമ്പോൾ ഇപ്പം എങ്ങനെ തിരിച്ചവിടെ നടന്നിട്ട് എത്തുന്നുള്ളതാണ്. നമ്മളിങ്ങനെ നടന്ന് കുന്നുകൾ കയറി ആ ബിൽഡിങ്ങിന് അറിയില്ല. ഫ്രൂട്ട്സ് വന്ന വണ്ടികളൊക്കെ എത്ര ദൂരം നടക്കുന്നുണ്ട്. വരുന്നു 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 വരുന്നു. കമിങ്. അഭിയങ്ങളുടെ അടുത്തരാ നീ ഇരിക്കൂ ഇരിക്കൂ. ക്ഷീണൊക്കെ മാറ്റിട്ട് പോയത്. ഓൾഡ് വില്ലേജിൽ ഒരു റൂമാണ്. അലോഡാണോന്ന് അറിയില്ല. ഇരിക്കാനുള്ള സോഫ സെറ്റൊക്കെ ഉണ്ട്. ഇതിനകത്ത് ബെഡ്റൂമാണ്. പഴയ കാലത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചതായിരിക്കണം ടൂറിസ്റ്റുകൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ എന്നാലും കട്ടിലുകളൊക്കെ പഴയ മരമാണ്. യെസ്, ദിസ് ഇസ് ദ ബെഡ്റൂം. റൂഫൊക്കെ കണ്ടോ? റൂഫൊക്കെ മരങ്ങളുടെ പഴയ ട്രഡീഷണൽ ലൈറ്റ്സ് കാര്യങ്ങൾ. ഇപ്പോഴത്തെ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് അതൊന്ന് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. ബെഡിലെ കട്ടിലെന്ന് പറയുന്ന പഴയ മരത്തിൻ്റെ ഒരു സംഭവമാണ്. ഞാൻ അതിൻ്റെ ഒരു കാല് മെല്ലെ കാണിച്ചു തരാം. അതിൻ്റെ ഹെഡർ ആണോ. ബാക്കി ഇതൊക്കെ അവർ പുതിയതിട്ടിട്ടൊക്കെ റെഡിയാക്കിയതായിരിക്കണം. ഇത് സുമോൻ്റെ ബെഡ്റൂം. ഓക്കെ, അങ്ങോട്ട് കയറി കൂടാ. ഇതിൻ്റെ ടോപ്പിൽ ഓൾഡ് വില്ലേജിൽ ഒരു ബാത്റൂം അവർ സെറ്റ് ചെയ്തതാണ്. ഇതെന്തായാലും പുതിയ ബാത്റൂമാണ്. പക്ഷേ ഭയങ്കര സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളി ബാത്ത് ടബ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഷവർ, റൂഫ് പഴയ വുഡിൻ്റെ ടൈപ്പ് സാധനങ്ങളൊക്കെ തന്നെ വെച്ചിരിക്കുന്നത്. ബാക്കി നോർമൽ ടൈല് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്
ഒരു സ്റ്റൈലിഷ് ബാത്റൂം. അതിന്റെ ഉള്ളിൽ പോയിട്ട് നേരെ അങ്ങോട്ട് പോവാം. അതിലിരിക്കുമ്പോൾ ഷൂ ഊരിയിട്ടിടും. അപ്പം അതിനകത്ത് ഇരിക്കാം നമുക്ക്. എന്താ വെച്ചാൽ കുറച്ച് തണുപ്പ് മാറി കിട്ടും. ഷൂ ഊരിയിട്ട് എല്ലാവരും. യേസ്, ആ ഇരിക്കേ. തച്ച് വെയിൽ കൊള്ളാമല്ലോ. നമ്മൾ തണുപ്പ് പറഞ്ഞിട്ട് 5 ഡിഗ്രി. 5 to 4 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. നല്ല തണുപ്പ്. ഇവിടെ നല്ല ഇരിക്കാനൊരു സ്ഥലമുണ്ട്. കുറച്ച് വെയിൽ കൊണ്ടാൽ ഇരുന്നിട്ട് കുറച്ച് തണുപ്പൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളിവരുടെ അടുത്ത് സംസാരിച്ചു. ഇവിടെ കുറച്ച് ഒമാനീസ് ഉണ്ട് പിന്നെ ഈ ഗ്രാമത്തിൽ തന്നെ ആൾക്കാർ. പിന്നെ പുതിയ തലമുറ അവരൊപ്പം മേലൊക്കെ നമ്മൾ കണ്ട ആ വലിയ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ അവരൊക്കെ താമസിക്കുന്നത്, പുതിയ ബിൽഡിങ്ങിൽ. അപ്പം അവരാണ് ഈ ഏരിയയൊക്കെ മൊത്തം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം പറഞ്ഞ പോലെ ഒരു ഫാമിലിക്ക് 5 റിയാൽ വെച്ച് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കണം. നമ്മളുടെ പേയ്മെൻറ്റൊക്കെ നടത്തി. അത് കൂടാതെ ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അതായത് ഇന്ന് ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാം. ഡിന്നർ അവരുടെ ഭാഗത്തു നിന്ന് തരും. പിന്നീട് നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അവർ അറേഞ്ച് ചെയ്യും. അതിനവർ ചാർജ് ചെയ്യുന്നത് പെർ ഫാമിലി 55 റിയാലാണ്. നല്ല ഒരു പാക്കേജാണ്. ഈ നമ്മൾ ശരിക്കും ഇവിടെ വന്ന് നല്ല തണുത്ത് പറക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് ആ വെതറൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് മുകളിലെത്തി ഇപ്പം പോയിക്കൊണ്ടിരിക്കല്ലേ. കുലുക്കി സർബത്തിന്റെ അവസ്ഥയിൽ എല്ലാവരും കുലുങ്ങി ആ കുലുങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. എല്ലാവരുടെയും അവസ്ഥ നോക്കോ, വിറക്കണം. പുറത്തിറങ്ങി പായൊക്കെ വിരിക്കാൻ പോകുമ്പോഴേക്കും വിറച്ചു. ടെമ്പറേച്ചർ 7. ഫുഡ് കഴിക്കാണ്ട് ആ വിശപ്പ് ഒതുക്കി വീണ്ടും വണ്ടിയിലൊക്കെ കയറി വേറെ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് എവിടെ പോയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. എവിടെ പോയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ അല്ലേ വേറെ. എനിക്ക് പ്രശ്നം ഇന്നല്ലെങ്കിൽ പിന്നെ ഫാസ്റ്റിംഗ് ആക്കേണ്ടി വരും. മസ്കത്തിൽ എത്തിരി കഴിച്ചാൽ അപ്പൊ നോക്കാം. അടുത്ത വിശ്രമ കേന്ദ്രം തണുപ്പില്ലാതെ എവിടെ കിട്ടുമെന്ന് നോക്കാം. അതുവരെ നമുക്ക് യാത്ര തുടരാം. ഫൈനലി ഒരു നല്ലൊരു സ്ഥലം കിട്ടി. തണുപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആദ്യം പോയിട്ട് 7 ആയിരുന്നു ടെമ്പറേച്ചർ, ഇവിടെ 8. അത്രയേ ഉള്ളൂ മാറ്റം. എന്നാലും കുറച്ചൊരു ആശ്വാസമുണ്ട്. സീന നല്ല പ്രോൺസ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. തീര എന്തോ എഗ് മസാലയും ചപ്പാത്തിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്.
സ്നേഹം അത് നമ്മൾ എപ്പോഴും എല്ലായിടത്തും കാണിച്ചു. പ്രാൻസ് ബിരിയാണി മരങ്ങളും ഉണ്ട്, നല്ല രസമുണ്ട്. പിടിക്ക് ഓരോരാളെ പിടിക്ക്. ഹൗസ് ബിരിയാണി ഉണ്ണീസിന് കൊടുക്കും. ഉണ്ണീസ് ഉണ്ണി തണുക്കുന്നുണ്ടെങ്കിൽ കൈ പോക്കറ്റിലിട്ടിട്ട് കഴിച്ചോ. ഫ്രണ്ട് വന്നിട്ടുണ്ട്. എന്ത് സൗന്ദര്യം നോക്കല്ലേ, നല്ല കണ്ണൊക്കെ എഴുതിയിട്ട്. അടുത്താള് വാങ്ങിക്കും. ധാരാളം ഫ്രണ്ട് കുറേ സ്ഥലം ഇവിടെ വന്നു. അതിന് വിശക്കുന്നുണ്ടെന്ന് തോന്നി നമ്മള് പ്രാൻസ് ബിരിയാണിയും എഗ് റോസ്റ്റും എഗ് മസാല ചപ്പാത്തിയൊക്കെ കൊടുത്തു. നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പാവം നല്ല വിശപ്പുണ്ടായിരുന്നു. വേറൊരു ഡെസ്റ്റിനേഷൻ വാദി ബാനി, എന്താണ് വാദി ഹബീബ് എന്ന് പറയും അതിന്. പക്ഷെ വെള്ളമൊന്നുമില്ല, ഫുൾ ഡ്രൈ ആണ്. പക്ഷെ ഇതിൻ്റെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പോയതുപോലെ തന്നെ ഒരു ഓൾഡ് വില്ലേജൊക്കെ ഉണ്ട്. ഒരുപാട് സ്റ്റെപ്സ് താഴേക്ക് ഇറങ്ങണം. ആദ്യത്തെ ക്ഷീണം മാറാത്തത് കൊണ്ട് നമ്മൾ ഇനി ഒരു പരീക്ഷണം നടത്തുന്നില്ല. മേലെ നിന്ന് നോക്കാന്നുള്ള ഒരു പരിപാടിയേ ഉള്ളൂ. മുമ്പ് പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ താഴേക്ക് ഇറങ്ങി ആ പഴയ വില്ലേജുകളിലൊക്കെ പോയിട്ടുള്ളതാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതും ഈ പറഞ്ഞ പോലെ പഴയ വില്ലേജുകളും പണ്ട് കാലത്ത് അവർ നിസ്കരിച്ചിരുന്ന പള്ളി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇറങ്ങാൻ എളുപ്പമാണ്, പക്ഷെ തിരിച്ച് കയറാൻ വലിയ പാടാണ്. സോ തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് പോവാം. താഴെ പോവാ. ഇതിങ്ങനെ വൈക്ക് പോയി കണ്ട ഇടിച്ചങ്ങ് കയറ്റിക്കോളാം. അങ്ങനെ ചേച്ചിയെ കല്ലുകളാണ്. അത് ബ്രേക്ക് ഓട്ടോമാറ്റിക് നമ്മളെ സ്പീഡ് കുറയും. അങ്ങനെ
ടൈം ഫോർ ടീ. ജബൽ അക്തറിലെ തണുപ്പുകളൊക്കെ കൊണ്ട് എല്ലാവരും മരവിച്ചിരിക്കുന്നുണ്ട്. മൗണ്ടൻ നമ്മൾ ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞു. ബർക്കത്തുൽ മൗസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇനി അങ്ങോട്ട് നോർമൽ റോഡ്സാണ്. അപ്പോൾ എല്ലാവരും ഒരു കട്ടനടിച്ച് തണുപ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഒരു സൈഡിൽ നിർത്തിയിട്ടുള്ള. ഉണ്ണിയുടെ ഒരു സ്പെഷ്യൽ ചിരി നിങ്ങൾക്കായി. പൊട്ടി പൊട്ടി ചിരിക്ക്. അതല്ല ഒരു പ്രത്യേക തുടങ്ങും ഓട്ടോമാറ്റിക്കായി വരുന്നത്. ആ ശബ്ദം വേണം. തുടങ്ങി. ചുമൂന് ചായ കുടിച്ചപ്പോ ജീവൻ വെച്ചു അല്ലേ സുമോ? ചുമോന്റെ സ്കിന്ന് ഭയങ്കര നമ്മൾ സ്പെഷ്യൽ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒമാനി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡാണിത്. നമ്മുടെ നാട്ടിലെ ദോശ പോലെ ഇരിക്കും. ഗൾഫിലുള്ളവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം. ചിലതിൻ്റെ അകത്ത് ചീസ് ആൻഡ് ഹണി ഉണ്ടാവും, ചിലതിനകത്ത് ചീസ്, എഗ് ആൻഡ് ഒമാൻ ചിപ്സ്. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാം. ഇതാണ് കഴിക്കണ്ടേ. ഉണ്ണി അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സാധനം? കഴിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? കഴിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എൻ്റെ പേരെന്താ? ഇതിന്റെ പേരാ ചേച്ചി, ഡിഷിന്റെ പേര്. ഇതിന്റെ പേര് നിന്നോട് ഞാൻ ചോദിക്കണോ? കുബൂസ് എന്ന് പറയോ? ആര് പറയും? നീ ഏതാ കുബൂസ് കഴിച്ചു? ഏത് ഫ്ലേവറാ കഴിച്ചത്? ഹണിയും ചീസും. ഓക്കെ, മറ്റേ ആ ഫ്ലേവർ കഴിച്ചില്ലേ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. നീ കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അറിയാം അത് നല്ലതാണോ? അങ്ങനെ പറയരുത് പ്ലീസ്. സുമോ എങ്ങനെയുണ്ട് സുമോ കഴിച്ചിട്ട്? നല്ല രസമുണ്ടോ? ഇത് തണുപ്പൊക്കെ മാറിയോ? ഷറല്ലേ? വിസിറ്റ് ടീം. അല്ല, എൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. എങ്ങനെയുണ്ട് സാധനം? അൽ സഹറ പിന്നെ തിരക്കിലാണ്. അവളുടെ മുന്നിലുള്ള പ്ലേറ്റ് നേരത്തെ കാലിയാക്കി. അതിനുശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് കൈയെടുത്ത് തുടങ്ങി. അതും കൂടി കാലിയായാലേ അവൾ ഇനി സംസാരിച്ച് തുടങ്ങുള്ളൂ. അതാണ് സഹറ. ടിങ് ടിങ്. പിന്നെ അതിനെ കൊണ്ട് കഴിക്കാൻ പറ്റും. ഗിംബിളില് ചാർജ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് പറയാം. ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ വൈൻഡപ്പ് പറയാൻ പറ്റില്ല. ഇനിയും 2 hours ഡ്രൈവ് ഉണ്ട്. ഇവരുടെ വീഡിയോസ് എല്ലാവരും നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്താ പറയാനുള്ള ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച്? സൂപ്പർ ട്രിപ്പായിരുന്നു. തണുത്ത് വിറച്ച്, പക്ഷെ എൻജോയ്. പണി കിട്ടി. എന്നാലും എന്താ പറയുന്നു? നല്ലൊരു ട്രിപ്പായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം അടിപൊളി ട്രിപ്പായിരുന്നു. വെരി ഗുഡ്. ഉണ്ണി സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, പറ. സബ്സ്ക്രൈബ് ചെയ്യണം.